ഒരു കുക്കുംബർ എടുക്കണം. കുക്കുംബർ എടുത്ത് തൊളി എടുക്കണം. തൊളി എടുത്തിട്ട് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിയണം. കൊത്തി അരിഞ്ഞിട്ട് ഇതുപോലെ കൊത്തി അരിയണം. കൊത്തി അരിഞ്ഞിട്ട് അതിനൊരു സബോള കൂടെ കൊത്തി അരിയണം. കുറച്ച് മല്ലി കൂടെ ഇടണം. ഇട്ടിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക്, കാന്താരി ഉണ്ടെങ്കിൽ നല്ലതാണ്. പച്ചമുളകും പിന്നെ ഒരു 2 തരി വെളുത്തുള്ളി, പിന്നെ കടുക്, തേങ്ങ നന്നായിട്ട് അരക്കണം. ഞാനിങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, അത് ഞാനിത് ഇങ്ങോട്ട് ഒലിക്കുക. കണ്ട, ഇങ്ങോട്ട് ഒലിച്ച് പിന്നെ അതിന് അരപ്പ് വേണ്ടിയിട്ട് ഒരു ശക്കല, ഒത്തിരി ചാറൊന്നും വേണ്ടേ, ശക്കല ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് ഒലിക്കണം. ഇച്ചിരി കൂടെ ഉണ്ട് അരപ്പ്, കളയണ്ട. തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്. നമ്മളെ പോലത്തെ പാവങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇനി മീനില്ലാത്ത കാരണം പച്ചക്കറി 2-3 കൂട്ടം കണ്ടില്ലേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് 2-3 കൂട്ടമൊന്നുമില്ല. ഞാൻ ഒരു പച്ചടി മാത്രം ഉണ്ടാക്കുവാണ്. ഒരു വെണ്ടക്കായി തോരനും വെച്ചു കുറച്ച്. ഇത് ഭാഗത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഇതിന് ഒന്നും ചേർക്കയില്ലേ. ഇത് പച്ചടി എന്ന് പറയുന്ന ഈ കർണാടകയിൽ ഇതുപോലെ കറി വെച്ച് കല്യാണത്തിന് പോലും ഇത് വിളമ്പുന്നു. ഇത് കണ്ട, തേങ്ങയുടെ കടുക് വെളുത്തുള്ളി ഇട്ട് ഇങ്ങനെ മല്ലിയെല്ലാം അരിഞ്ഞിടണം. അതൊന്ന് ഉണ്ടാക്കി നോക്കിയത്. ചോറിലെ സൈഡ് എന്ത് നല്ലതാ. പച്ചക്ക് തിന്നുന്ന എല്ലാം നമുക്ക് നല്ലതാണ്. പക്ഷേ നമ്മൾ അമേരിക്കയിലല്ലല്ലോ ജീവിക്കുന്നത്, നമ്മൾ ഇന്ത്യയിലല്ലേ. ഇന്ത്യ എവിടെയല്ലേ നമ്മുടെ നാട്. അതുകൊണ്ട് നമുക്ക് ഇത് എല്ലാപ്പോഴും കഴിക്കാൻ നമ്മൾ ആരോഗ്യക്ക് നല്ലതാണ്. പച്ചക്ക് ചോറിന് സൈഡ് ഇട്ടണം. മീൻ മാത്രം ഇത് കഴിക്കുമ്പോൾ മീൻ കഴിക്കയില്ല. മീൻ കഴിച്ച ഒരു ചൊവ മാറും. അത് കണ്ട, സത്യം പറഞ്ഞാൽ ഇത് ബ്രാഹ്മണന്മാരുടെ കറിയാണ്. ഇത് കണ്ട, ഞാനിപ്പോൾ എല്ലായിടത്തൊന്നും കാണിക്കത്തും ഇല്ല, എല്ലായിടത്തും പറയത്തില്ല. നമുക്ക് കളിയാക്കും ഇങ്ങനത്തെ എല്ലാം കറി വെച്ചാൽ. ഇത് എൻ്റെ അമ്മ കറി വെക്കുന്ന ഇങ്ങനെ. നിങ്ങൾ കൂടെ ഉണ്ടാക്കി നോക്കിയത് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഞാനൊന്നൊന്ന് ഇച്ചിരി കഴിച്ച് നോക്കട്ടെ. വാ, ഒരു രക്ഷയില്ല. അയ്യോ, ഒന്ന് ഉണ്ടാക്കി നോക്കറേ. ഒന്നും കൂടെ പറഞ്ഞു തരാവേ. വെള്ളരിക്കയുടെ തൊലി എടുക്കണം. തൊലി ഇറക്കി നന്നായിട്ട് കലങ്ങണം. കലകിയിട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ഒരു സബോള അങ്ങോട്ട് കൊത്തി അരിയണം. ഭാഗത്ത് ഉപ്പിടണം. മല്ലിയല്ല, മല്ലിയുടെ ദണ്ട് കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് നല്ലത്, അത് കടിക്കാൻ കിട്ടണം. മല്ലിയല്ല മല്ലി ദണ്ടിൻ്റെ കുഞ്ഞായിട്ട് അരിഞ്ഞിടണം. അത് കഴിഞ്ഞിട്ട് കൊത്തി അരിഞ്ഞ് അവിടെ വെച്ചിട്ട് ഉപ്പിട്ടിട്ട് വെച്ചിട്ട് കുക്കറിനകത്ത് കുറച്ച് തേങ്ങ, 2-3 വെളുത്തുള്ളി, കടുക്, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി ആവശ്യത്തിന് എരിവ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരയ്ക്കുക. അരച്ചിട്ട് ഇങ്ങനെ ഒളിച്ചിട്ട് എന്താ ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് കൂട്ടി നോക്കിയാലും മക്കളെ. വാ, വേറെ ഒന്നും കറി വേണം. മീൻ കൂട്ടിയില്ല കേട്ടോ. മീൻ കൂട്ടാൻ പറ്റിയല്ല. മീൻ കൂട്ടിയത് ചീത്തയാ. വേറെ തോരന്, ചാറ് കറിക്ക് തോരന് എളുപ്പമുണ്ട്. പനി തോരനെന്നാ അച്ചാറാണ്. ഇത്ര മതി, കൂടുതൽ വേണ്ട. താങ്ക് യു.